നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന പോർഷനാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. ഓക്കെ, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഓവൽ ഷേപ്പിലുള്ള 2 പെയർ ഓഫ് സ്മോൾ ഗ്ലാൻഡ് ആണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സ് ആർ 2 പെയർസ് ഓഫ് സ്മോൾ ഓവൽ ഷേപ്ഡ് ഗ്ലാൻഡ്സ്. ഓക്കെ, അപ്പോൾ ഓവൽ ഷേപ്പായിട്ടുള്ള 2 സ്മോൾ പെയർ ഓഫ് ഗ്ലാൻഡ്സ് ആണ്, അല്ലെങ്കിൽ പെയർ ഓഫ് ഗ്ലാൻഡ്സ് ആണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ദേ ആർ ലൊക്കേറ്റഡ് നെക്സ്റ്റ് ടു ദ തൈറോയ്ഡ് ഗ്ലാൻഡ് ലോബ്സ് ഇൻ ദ നെക്ക്. അതായത് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ തൊട്ടടുത്ത് തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഗ്ലാൻഡ് ആണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ 2 ലോബ്സ്, റൈറ്റും ലെഫ്റ്റും ലോബ്സിന് ജസ്റ്റ് നിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഗ്ലാൻഡ് ആണ് എന്താണ് പറയുന്നത്, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. അത് തൈറോയ്ഡ് ഗ്ലാൻഡും പാരാതൈറോയ്ഡ് ഗ്ലാൻഡും അയലോക്കം തന്നെയായിരുന്നു. ഈച്ച് ഗ്ലാൻഡ് ഈസ് യൂഷ്വലി അബൌട്ട് സൈസ് ഓഫ് പി, അതായത് കുഞ്ഞൊരു ഒരു പി സൈസ് മാത്രമായിരിക്കും ഈ പാരാതൈറോയിഡിന്റെ വലിപ്പം എന്ന് പറയുന്നത്. വിച്ച് ഈസ് ലൈറ്റ് ബ്രൗൺ ടു ടാൻ. ഇതിന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ബ്രൗൺ ടു ടാൻ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് റിലേറ്റഡ് ടു ദെയർ ഫാറ്റ് കണ്ടന്റ്. അപ്പം പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൽ ഒരുപാട് ഫാറ്റ് ഡിപ്പോസിഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഫാറ്റ് കണ്ടന്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ലൈറ്റ് ബ്രൗൺ കളർ അല്ലെങ്കിൽ ടാൻ കളർ ആയിരിക്കും. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ റെഡിഷ് ബ്രൗൺ ആയിരുന്നു, ബിക്കോസ് ദേ ആർ റിച്ച് ഇൻ ബ്ലഡ് വെസൽസ്. ഓക്കെ, ദേ ആർ എൻക്യാപ്സുലേറ്റഡ് ആൻഡ് ഹാവ് സ്മൂത്ത് സ്ട്രക്ചർ. ഇത് എൻക്യാപ്സുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ എന്തെങ്കിലും കവർ ചെയ്ത രീതിയിൽ ആയിരിക്കും ഇത് കാണപ്പെടുന്നത്. ഇതിന് സ്മൂത്ത് സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് 2 ടൈപ്പ് ഓഫ് സെൽസ്. 2 ടൈപ്പ് സെൽസ് കൊണ്ടാണ് നമ്മുടെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ചീഫ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെൽസ്, പിന്നെ നെക്സ്റ്റ് വൺ ഓക്സിഫിൽ സെൽസ്. ഓക്കെ, ഓക്സിഫിൽ സെൽസ്, പ്രിൻസിപ്പൽ സെൽസും ഓക്സിഫിൽ സെൽസും വെച്ചിട്ടാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൽ മെയിൻ ആയിട്ട് 2 ടൈപ്പ് സെൽസ് ആണുള്ളത്, പ്രിൻസിപ്പൽ സെൽസും. ഓക്കെ, വൈൽ ദ ചീഫ് സെൽസ് പ്രൊഡ്യൂസ് പാരാതൈറോയ്ഡ് ഹോർമോൺ. ചീഫ് സെൽസ് ആണ് പാരാതൈറോയ്ഡ് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ദ ഫങ്ഷൻസ് ഓഫ് ഓക്സിഫിൽ സെൽസ് ഈസ് അൺനോൺ. അപ്പം ഓക്സിഫിൽ സെൽസിന്റെ ഫങ്ഷൻസ് ഇപ്പോഴും അൺനോൺ ആണ്. ഓക്കെ, ഇനി ഫങ്ഷൻസ് ഓഫ് പാരാതൈറോയ്ഡ് ഹോർമോൺ. ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ കാൽഷ്യം ഹോമിയോസ്റ്റാസിസ് ബൈ ആക്ടിംഗ് ഓൺ റീനൽ ട്യൂബ്യൂൾ ആസ് വെൽ ആസ് കാൽഷ്യം സ്റ്റോഴ്സ് ഇൻ സ്കെൽട്ടൺ സിസ്റ്റം. മെയിൻ ഫംഗ്ഷൻ കാൽഷ്യത്തിന്റെ ഹോമിയോസ്റ്റാസിസ് ആയിരിക്കും. മെയിൻ ആയിട്ട് റീനൽ ട്യൂബ്യൂളിൽ ആക്ട് ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ റീ അബ്സോർപ്ഷനെ ഇൻക്രീസ് ചെയ്യിക്കും, അതായത് എക്സ്ക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യും. അതേപോലെ തന്നെ കാൽഷ്യം സ്റ്റോഴ്സ് ചെയ്യുന്നതാണെങ്കിൽ എന്തൊക്കെ ബ്ലഡ് സ്ട്രീമിലേക്ക് കാൽഷ്യത്തിനെ ആണെങ്കിൽ റിലീസ് ചെയ്യും. ആക്ട് ഇൻഡയറക്ട്ലി ഓൺ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രീനൽ ട്രാക്ട് ത്രൂ ആക്ടിവേഷൻ ഓഫ് വൈറ്റമിൻ ഡി. അപ്പം GI ട്രാക്റ്റിൽ ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, വൈറ്റമിൻ ഡിനെ ആണെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യും. റിലീസ് ഓഫ് കാൽഷ്യം ബൈ ബോൺസ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. ഇത് ബോൺസിൽ നിന്നും കാൽഷ്യത്തിനെ റിലീസ് ചെയ്തിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് കൊണ്ടുവരും. അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ഫ്രം ഫുഡ് ബൈ ഇൻഡസ്ട്രീൻ. ഫുഡിലുള്ള കാൽഷ്യത്തിന്റെ കണ്ടന്റ്, അതായത് നമ്മൾ ഈ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സിൻ്റെ അകത്ത് ദേ ആർ റിച്ച് ഇൻ കാൽഷ്യം അയോൺസ്. അത് കാൽഷ്യം അയോൺസ് ഒരുപാടുണ്ട്, അപ്പൊ അതിൽ നിന്നും കാൽഷ്യത്തിനെ അബ്സോർബ് ചെയ്യുന്നു. കൺസർവേഷൻ ഓഫ് കാൽഷ്യം ബൈ കിഡ്നി. ഇതൊക്കെയാണ് പാരാതൈറോയ്ഡ് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റെഗുലേഷൻ ഓഫ് പാരാതൈറോയ്ഡ് ഹോർമോൺ. പാരാതൈറോയ്ഡ് ഹോർമോണിന്റെ റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വഴിയാണ്. പക്ഷേ ഹൈപ്പോ തലാമസിന്റെ കൺട്രോളിൽ ആയിരിക്കത്തില്ല. അപ്പം ഈ പറയുന്ന പാരാതൈറോയ്ഡ് ഹോർമോണിന്റെ റെഗുലേഷനെ കൺട്രോൾ ചെയ്യുന്നത് പ്ലാസ്മ കാൽഷ്യം ലെവലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ഹോർമോൺസും അതിന്റെ റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ തലാമസ് വഴിയായിരുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് പാരാതൈറോയ്ഡ് ഹോർമോൺ വിച്ച് സെക്രീഷൻ ഈസ് റെഗുലേറ്റഡ് ബൈ പ്ലാസ്മ കാൽഷ്യം ലെവൽ by negative feedback mechanism. Okay,
പ്ലാസ്മ കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ പാരാതൈറോയ്ഡ് ഹോർമോണിന്റെ സെക്രീഷൻ ഡിക്രീസ് ചെയ്യും. ദേ ആർ ഇൻഡയറക്ട്ലി പ്രപ്പോർഷനേറ്റ് ആയിരിക്കും. അത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ അല്ല, ഇൻഡയറക്ട്ലി അത് പ്രപ്പോർഷനേറ്റ് ആയിരിക്കും. ഓക്കെ, മെയിൻ ആയിട്ടും പാരാതൈറോയ്ഡ് ഹോർമോണിന്റെ റെഗുലേഷൻ നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി, ബോൺസ്, കാൽഷ്യം, അങ്ങനെ 3 ലൊക്കേഷനിൽ, കാൽഷ്യം അല്ല ഇൻഡസ്ട്രീൻ, അങ്ങനെ 3 ലൊക്കേഷനിൽ ആക്ട് ചെയ്തിട്ടാണ് പാരാതൈറോയ്ഡ് ഹോർമോൺസിന്റെ റെഗുലേഷൻ നടത്തുന്നത്. ഓക്കെ, ബോൺസിലാണെങ്കിൽ പാരാതൈറോയ്ഡ് ഹോർമോൺ സ്റ്റിമുലേറ്റ് റിലീസ് ഓഫ് കാൽഷ്യം ഫ്രം ലാർജ് കാൽഷ്യം സ്റ്റോർസ് ഇൻ ദ ബോൺസ് ഇൻ ടു ബ്ലഡ് സ്ട്രീം. അപ്പം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോൺസിൽ എന്താണ് പാരാതൈറോയ്ഡ് ഹോർമോൺസ് കാൽഷ്യം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ കാൽഷ്യം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് എന്ത് ചെയ്യും, കാൽഷ്യത്തിനെ റിലീസ് ചെയ്യിക്കും. ദിസ് ഇൻക്രീസസ് ബോൺ ഡിസ്ട്രക്ഷൻ ആൻഡ് ഡിക്രീസ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ ബോൺസ്. അപ്പം ഡിസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബോൺ നശിച്ചു പോയിട്ട് എന്താ അത് ബോൺ നശിക്കുന്നത് ഇൻക്രീസ് ചെയ്യും, അതേപോലെ തന്നെ ഡിസ്ട്രക്ട് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യും. ന്യൂ ബോൺസിന്റെ ഫോർമേഷൻ ആണെങ്കിൽ ഡിക്രീസ് ചെയ്യും. ന്യൂ ബോൺസിന്റെ ഫോർമേഷന് എസെൻഷ്യൽ ആയിട്ടുള്ള അയോൺ ആണ് കാൽഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ബോൺ ഡിസ്ട്രക്ട് ചെയ്തിട്ട് ദ ഫോർമേഷൻ ഓഫ് ന്യൂ ബോൺസിനെ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ദെൻ കിഡ്നി. പാരാതൈറോയ്ഡ് ഹോർമോൺ റെഡ്യൂസ് ലോസ് ഓഫ് കാൽഷ്യം ഇൻ യൂറിൻ. അതായത് കാൽഷ്യത്തിന്റെ റീഅബ്സോർപ്ഷനെ ഇൻക്രീസ് ചെയ്യും, എക്സ്ക്രീഷനെ റെഡ്യൂസ് ചെയ്യും. പാരാതൈറോയ്ഡ് ഹോർമോൺസ് ഓൾസോ സ്റ്റിമുലേറ്റ് പ്രൊഡക്ഷൻ ഓഫ് ആക്റ്റീവ് വൈറ്റമിൻ ഡി ഇൻ ദ കിഡ്നി. അപ്പം എന്താണ് ഇത്, പാരാതൈറോയ്ഡ് ഹോർമോൺ വൈറ്റമിൻ ഡിനെ ആക്ടിവേറ്റ് ചെയ്യിക്കും കിഡ്നിയിൽ വെച്ചിട്ട്. അപ്പം കിഡ്നിയിലാണെങ്കിൽ പാരാതൈറോയ്ഡ് ഹോർമോൺസ് റീഅബ്സോർപ്ഷനെ ആണെങ്കിൽ ഇൻക്രീസ് ചെയ്യും, അതേപോലെ തന്നെ എക്സ്ക്രീഷനെ ആണെങ്കിൽ ഡിക്രീസ് ചെയ്യും, വൈറ്റമിൻ ഡിനെ ആണെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യിക്കും. ഇൻഡസ്ട്രൈനിലാണെങ്കിൽ പാരാതൈറോയ്ഡ് ഹോർമോൺസ് ഇൻഡയറക്ട്ലി ഇൻക്രീസ് കാൽഷ്യം അബ്സോർപ്ഷൻ. അതായത് ഫുഡിൽ നിന്ന് കിട്ടുന്ന, അതായത് നമ്മൾ ഇപ്പം മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സിൽ നിന്ന് കിട്ടുന്ന കാൽഷ്യത്തിനെ ഇൻഡസ്ട്രീനിൽ വെച്ചിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് അബ്സോർബ് ചെയ്യും. ഓക്കെ, ദെൻ വൈറ്റമിൻ ഡിന്റെ മെറ്റബോളിസം നടക്കും. അപ്പം ഈ 3 കാര്യങ്ങൾ നോക്കുക. അപ്പം റെഗുലേഷൻ ഓഫ് പാരാതൈറോയിഡ് സെക്രീഷൻ എന്ന് ചോദിക്കുമ്പം ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന ഈ ഫ്ലോ ഡയഗ്രാം ഉണ്ടല്ലോ, ഫ്ലോ ചാർട്ട് ഉണ്ടല്ലോ, ഈ ഫ്ലോ ചാർട്ട് എഴുതിയതിന് ശേഷം നിങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അപ്പം ആണെങ്കിൽ കാൽഷ്യത്തിൻ്റെ പാരാതൈറോയ്ഡ് ഹോർമോണിൻ്റെ റെഗുലേഷൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വഴിയാണ് ബൈ പ്ലാസ്മ കാൽഷ്യം ലെവൽ. പ്ലാസ്മ കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ പാരാതൈറോയ്ഡ് ഹോർമോണിന്റെ സെക്രീഷൻ ഡിക്രീസ് ചെയ്യും. ഇത് 3 സൈറ്റ് ഓഫ് ആക്ഷൻ ആണുള്ളത്, കിഡ്നി, ബോൺസ്, ഇൻഡസ്ട്രീൻ. അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ.